സൂരജ് പറഞ്ഞത് ശരിയാ ഹരിയേട്ടാ. ആക്സിഡന്റ് ആയ ഒരാളെ ആശുപത്രിയിൽ എത്തിച്ച് സർജറിക്ക് സൈൻ ചെയ്ത് കൊടുക്കാനൊക്കെ നല്ല ധൈര്യം തന്നെ വേണം. കുറച്ചു ദിവസം മുമ്പ് കോടതി ഡിവോഴ്സ് അനുവദിക്കും വരെ ആദർശ് മീരയുടെ ഭർത്താവായിരുന്നു. അങ്ങനെ ഒരാളെ ആക്സിഡന്റായി കാണുകയും അയാളെ സർജറിക്ക് അഡ്മിറ്റ് ചെയ്തിട്ട് തിരിച്ചു വരികയും ചെയ്ത മനസ്സ് കല്ലുപോലെ ഒന്ന് തോന്നാതിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നുണ്ട്. നമ്മളെ വിഷമിപ്പിക്കാതിരിക്കാൻ മീര സങ്കടം പുറത്തു കാണിക്കാത്തയാവും അല്ലേ ഹരിയേട്ടാ? എല്ലാം ഉള്ളിലൊതുക്കാൻ മീരമോള് കുട്ടിക്കാലത്തെ പഠിച്ചു തുടങ്ങിയതാ. അത് പ്രാക്ടീസ് ചെയ്യാൻ ഈശ്വരൻ ഓരോ പ്രാവശ്യവും ഡോസ് കൂടിയ സംഭവങ്ങളാ ഓരോ ദിവസവും ഉണ്ടാക്കി കൊടുക്കുന്നത്. എങ്ങനെയായാലും എല്ലാം സഹിക്കാനുള്ള ശക്തി ഇപ്പം മീരയ്ക്കുണ്ട്. മീരയുടെ സ്ഥാനത്ത് വേറെ ആരെങ്കിലും ആണെങ്കിൽ ചിലപ്പോ ശ്രദ്ധിക്കാതെ അവിടെ നിന്നും പോന്നേനെ. പക്ഷേ മീര അങ്ങനെ ചെയ്തില്ലല്ലോ. അവളുടെ നല്ല മനസ്സിന് ഈശ്വരൻ ഇനിയും ദുഃഖങ്ങൾ കൊടുക്കാതിരുന്നാ മതിയായിരുന്നു. അതെന്താ മീന അങ്ങനെ പറഞ്ഞത്? നല്ല മനസ്സിന് ഈശ്വരൻ നന്മയല്ലേ വരുത്തും? അതെ, പക്ഷേ മീരയ്ക്ക് ഒന്നിനു പുറകെ ഒന്നായി വിഷമങ്ങളല്ലേ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. അതിനൊരു അവസാനം ഇനി എന്നാണാവോ?